അടുത്ത് ചോദിക്കേണ്ട ഒറ്റ ചോദ്യമുള്ളൂ, എന്തിന്റെ അടിസ്ഥാനത്തിൽ കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോടാ നിനക്ക്? ഉളുപ്പ്. ഹായ്, ബിഗ് ബോസ് സീസൺ 8 അഗ്നിപരീക്ഷ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പോഴാണ് ഡോക്ടർ റോബിൻ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. ആ വീഡിയോ എന്തിനെ കുറിച്ചുള്ളതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നലെ എല്ലാ യൂട്യൂബേഴ്സും, അതായത് ഭൂരിഭാഗം യൂട്യൂബേഴ്സും 1 ലക്ഷം രൂപ ഡോക്ടർ റോബിൻ അബിൽ ദേവിന് കൊടുത്തു എന്നുള്ള കള്ള ഗൂഗിൾ പേ സ്ലിപ്പ് നമ്മൾക്ക് മുന്നിലെത്തി എന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്തു. അവര് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഡോക്ടർ റോബിൻ കള്ളനാണ്, ഇവൻ ഇത്രയും വൃത്തികെട്ടവനാണോ, ഇങ്ങനെയൊക്കെയാണോ കള്ളത്തരം കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്തിരുന്നു. പ്രധാനമായും സീക്രട്ട് ഏജന്റ് സായി, അനന്തു, അതുൽ ബ്ലോഗ്, രാജ് ടോക്സ്, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഡോക്ടർ റോബിൻ കള്ളനാണ്, ഇത്രയും വൃത്തികെട്ടവനായിരുന്നു ഡോക്ടർ റോബിൻ, കള്ളങ്ങൾ കൊണ്ട് ഒരു കൊട്ടാരം കിട്ടുകയാണ്. അതായത് ഡോക്ടർ റോബിനെ അത്രയും മോശമായിട്ടാണ് അവര് ഇന്നലെ പറഞ്ഞത്. അതുകൊണ്ട് ലക്ഷ്മി ഇൻസ്റ്റാ സ്റ്റോറി എല്ലാം നമ്മൾക്ക് മുന്നിലേക്ക് ഇട്ടു തന്നു, കളിയാക്കിക്കൊണ്ട്. ഇന്ന് അതിനുള്ള മറുപടി ഡോക്ടർ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. സീക്രട്ട് ഏജന്റ് സായി പറയുന്നുണ്ട്, ആ ഗൂഗിൾ പേയുടെ സ്ക്രീൻഷോട്ട് കണ്ടപ്പോൾ, അതായത് ട്രാൻസാക്ഷൻ സ്ക്രീൻഷോട്ട് കണ്ടപ്പോൾ അത് വ്യാജമാണ് എന്ന് തനിക്ക് മനസ്സിലായി. താൻ മറ്റേ ആളെ വിളിച്ചിരുന്നു, അതായത് ഈ പണം ആർക്കാണോ കൊടുത്തത് അയാളെ വിളിച്ചിരുന്നു, താങ്കൾക്ക് പണം കിട്ടിയോ എന്ന് ചോദിച്ചു. അപ്പോ അവിടെ ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് സീക്രട്ട് ഏജന്റ് സായി വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇന്ന് ഡോക്ടർ റോബിൻ എങ്ങനെയാണ് പണം കൊടുത്തത് എന്ന് കൃത്യമായിട്ട് ആ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. തീർച്ചയായും വീഡിയോ ഞാൻ വെച്ചുതരാം, കുറച്ച് ഭാഗങ്ങൾ. കാരണം ട്രാൻസാക്ഷനെ കുറിച്ചുള്ള വിവരങ്ങൾ നമ്മൾക്ക് ഇതിലൂടെ പങ്കുവയ്ക്കാൻ സാധിക്കില്ല, ഒരുപക്ഷെ പണി കിട്ടും. എന്തായാലും കുറച്ച് ഭാഗങ്ങൾ ഞാൻ വെച്ചുതരാം. അതായത് തന്റെ ഫ്രണ്ട് മുഖേനയാണ് ഈ പുള്ളിക്ക് പൈസ അയച്ചു കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. വാട്സപ്പ് ചാറ്റ് ഉൾപ്പെടെ ഈ പറയുന്ന അബിൽ ദേവിന്റെയും ഡോക്ടർ റോബിന്റെയും ചാറ്റ്, അതുപോലെ തന്നെ ഡോക്ടർ റോബിന്റെ ഫ്രണ്ടിന്റെ ചാറ്റ്, അതിൽ കൃത്യമായിട്ട് ഇത്ര രൂപ ബാക്കി, ഇത്ര രൂപ അയച്ചു തന്നു എന്നെല്ലാം കാണിക്കുന്നുണ്ട്. ഇന്ന സമയത്ത് ആ പൈസ അയാൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതും പറയുന്നുണ്ട്. അതായത് ഇവര് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് പറഞ്ഞ സമയത്ത് ആ പൈസ കൃത്യമായിട്ട് ആ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് എന്നുള്ളതെല്ലാം അതിൽ വ്യക്തമാണ്. ഇതിലൂടെ ഡോക്ടർ റോബിൻ പറയുന്നത് പോലെ വിവരമുള്ളവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും, വിവരമില്ലാത്തവർക്ക് എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല. കാരണം അവർക്ക് ഒരുതരം ദേഷ്യമാണ്, വൈരാഗ്യമാണ്. ഡോക്ടർ റോബിനെ എങ്ങനെയെങ്കിലും തകർക്കണം എന്നുള്ളൊരു ദേഷ്യമാണ്. എന്ത് പറഞ്ഞാലും നിങ്ങൾ ഡോക്ടർ റോബിനെ ന്യായീകരിക്കരുത്, ഡോക്ടർ റോബിൻ കള്ളനാണ്, അദ്ദേഹത്തെ ന്യായീകരിച്ചുകൊണ്ട് വീഡിയോ ചെയ്യരുത് എന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട്. അത് എന്തുകൊണ്ടാണ്, എന്താണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നുണ്ടല്ലോ ഇത്രയും പൈസ കൊടുത്തിട്ടുണ്ട് എന്ന്. അതായത് അവര് പറയുന്നത് മാത്രം കേട്ട് വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഇവരെ പോലുള്ള, അതായത് കുറച്ച് ആൾക്കാരുണ്ട്, ഒരു വിവരവും ഇല്ലാത്ത ആൾക്കാർ. സത്യം പറഞ്ഞാൽ സങ്കടം തോന്നിപ്പോകും. ഇവരുടെ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാളോട് ദേഷ്യം തോന്നും. ആ ദേഷ്യം അത് അവസാനം വരെ ഉണ്ടാവും. അവർ നല്ലത് ചെയ്താലും ദേഷ്യമാണ്, ചീത്ത ചെയ്താലും ദേഷ്യമാണ്. അവരുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ പോലും ആ ന്യായം ഇവരെ അംഗീകരിക്കില്ല. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം ഡോക്ടർ റോബിനെ ഇഷ്ടമല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അതിൽ തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നവുമുണ്ട്. ഇവിടെ ഡോക്ടർ റോബിനെ മനഃപൂർവ്വമായിട്ട് തകർക്കാൻ പല ആൾക്കാരും ശ്രമിക്കുന്നു. ഒരു ഭാഗം മാത്രം കേട്ടുകൊണ്ട് അവരെന്തായാലും തകർക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ആ ഭാഗം മാത്രം കേട്ടുകൊണ്ട് ഡോക്ടർ റോബിനെ കുറിച്ച് മോശപ്പെട്ട വീഡിയോകൾ ചെയ്യുക. ഡോക്ടർ റോബിന്റെ ന്യായം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗത്താണ് ശരി എന്ന് പറയുമ്പോൾ അത് കേൾക്കാൻ തയ്യാറാവാതിരിക്കുക, അതിനെക്കുറിച്ച് മിണ്ടാതിരിക്കുക. ഇന്നലെ സായി എന്താണ് ചെയ്തത്? ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ അയാളെ വിളിച്ച് സംസാരിച്ചു. എന്തുകൊണ്ട് ഡോക്ടറെ വിളിച്ച് സംസാരിച്ചില്ല? കാര്യം എനിക്ക് സായി കൃഷ്ണ സീക്രട്ട് ഏജന്റിന്റെ അടുത്താണ് ഒരു ചോദ്യം ചോദിക്കേണ്ടത്. എന്തിന്റെ അടിസ്ഥാനത്തിൽ? എന്റെ നമ്പർ ഉണ്ടല്ലോ, ഒരു പ്രാവശ്യം എന്നെ വിളിച്ചിട്ട് ബ്രോ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ക്രോസ് ചെക്ക് ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് ചോദിച്ചോ? ഇല്ലല്ലോ. ഇവിടെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും എവിടെയാണ് ഉടായിപ്പ് എന്ന്. ഇപ്പോൾ ഡോക്ടർ റോബിൻ കൃത്യമായിട്ടുള്ള തെളിവുകൾ തന്റെ ഇൻസ്റ്റയിൽ പങ്കുവച്ചിട്ടുണ്ട്. ഇതെടുത്ത് വെച്ച് ആര് വീഡിയോ ചെയ്യും? ഒരാളും വീഡിയോ ചെയ്യില്ല. അതെന്തുകൊണ്ടാണ്? ഡോക്ടർ റോബിനെ കുറിച്ച് നെഗറ്റീവായിട്ടുള്ള വിഷയങ്ങൾ പറഞ്ഞാലാണ് റീച്ച് കൂടുതൽ. അവർക്കും അത് പറയാനാണ് ഇഷ്ടം. ഡോക്ടർ റോബിന്റെ ന്യായങ്ങൾ ആർക്കും വേണ്ട. അവിടെ സത്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും ആർക്കും അറിയണ്ട. ഇന്ന് അതുലിന്റെ ഒരു വീഡിയോ ഉണ്ട്. അതിൽ പറയുന്നൊരു കാര്യം, അതായത് ഈ റോബിൻ പറയുന്ന വിഷയം പുള്ളി വീഡിയോ ആക്കി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം അതിൽ പറയുന്നൊരു കാര്യം, നിങ്ങൾക്കിത് കോടതിയിലോ സ്റ്റേഷനിലോ പോയി തീർത്തൂടെ, എന്തിന് ഇവിടെ കൊണ്ടുവരുന്നു എന്നൊക്കെയാണ്. ഡോക്ടർ റോബിൻ പോലീസ് കേസ് കൊടുത്തിട്ടുണ്ട്, ഇവരല്ലേ പോവാത്തത്? അതെന്തുകൊണ്ട് നീ പറയുന്നില്ല?
അതായത് ഇവരെല്ലാവരും ഒരു ഭാഗം മാത്രം കേട്ട് അത് മാത്രമാണ് ശരി എന്ന് വിശ്വസിച്ച് വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ്. തീർച്ചയായും ഡോക്ടർ റോബിൻ ഒരുപാട് ആൾക്കാരോട് പണം കടം ചോദിച്ചിട്ടുണ്ടാകും. അത് ഇത്രയ്ക്ക് വലിയ തെറ്റാണ്. സീക്രട്ട് ഏജന്റ് സായിയോട് ഡോക്ടർ റോബിൻ പൈസ ചോദിച്ചു എന്നും അത് സായി കൊടുത്തു എന്നും സായിക്ക് ഡോക്ടർ റോബിൻ തിരിച്ചു കൊടുത്തു എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ റോബിൻ പറ്റിക്കുന്ന ഒരാളല്ല എന്ന് സായിക്ക് വ്യക്തമല്ലേ? എന്തായാലും ഇന്നത്തെ ഡോക്ടർ റോബിന്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും കാണണം. കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് പൈസ കൊടുത്ത കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അതിലുണ്ട്. ഈ പറയുന്ന സീക്രട്ട് ഏജന്റ് സായി അബിലിനെ വിളിച്ച സമയത്ത് അങ്ങനെ പൈസ കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ലക്ഷ്മിയും കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് സ്റ്റോറിയാക്കി ഡോക്ടറിനെ കളിയാക്കാനും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോ ഡോക്ടർ റോബിൻ എല്ലാ തെളിവുകളോടെ അത് കാണിച്ചു തരുന്നുണ്ട്. മനസ്സിലാകുന്നവർക്ക് മനസ്സിലാവും, ഇല്ലാത്തവർക്ക് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കൂ, ഡോക്ടർ റോബിനെ മനഃപൂർവ്വം കരിവാരി തേക്കാൻ വേണ്ടി ഇവർ ശ്രമിക്കുന്നതാണ് എന്ന്. ഇവർക്ക് പണമാണ് ലക്ഷ്യമെങ്കിൽ തീർച്ചയായും പോലീസ് സ്റ്റേഷനിൽ പോവാം, കോടതിയിൽ പോവാം. പണമല്ല എന്നുള്ളത് വ്യക്തമാണ്. ഡോക്ടർ റോബിനെ നാറ്റിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് ഈ പറയുന്ന കലാപരിപാടി എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഈ പറയുന്ന യൂട്യൂബേഴ്സ് ഈ വിഷയത്തെക്കുറിച്ച് ഡോക്ടർ റോബിനെതിരെ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഡോക്ടർ റോബിനോട് ഒരു ദേഷ്യമുണ്ട്, അതുപോലെ തന്നെ റീച്ചും വേണം. അതുകൊണ്ട് മാത്രമാണ്. എന്തുകൊണ്ട് ഇന്നത്തെ ഷാലു പയ്യാന്റെ വീഡിയോ ഇവരാരും ചെയ്തില്ല? ഇവർ ചെയ്യില്ല. പുള്ളിക്ക് നെഗറ്റീവ് ആവുന്ന കാര്യങ്ങൾ ഇവർ ചെയ്യില്ല. കാരണം അന്ന് മുൻപ് ഡോക്ടറിനെ തകർക്കാൻ വേണ്ടി ഈ പറഞ്ഞ ടീംസ് എല്ലാവരും ഒരുമിച്ച് കൂടിയതാണ്. എന്തായാലും ഡോക്ടർ റോബിൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ അതെന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, തരാം. വേദലക്ഷ്മി കഴിഞ്ഞ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു സ്ക്രീൻഷോട്ട് ഒക്കെ വെച്ചിട്ട് ഒരു ജിപേന്റെ സംഭവം ഇട്ടിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ്. അത് ഫേക്ക് ആണ്, അത് ക്രിയേറ്റഡ് ആണ്, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. കാരണം ഞാൻ എന്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് എല്ലാം കൂടെ പിൻ ചെയ്ത് ഞാൻ ഒരു ഡ്രൈവിലാക്കി ഞാൻ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് എടുത്ത 1-2 സ്ക്രീൻഷോട്ടുകൾ എടുത്തിട്ടാണ് അത് ഫേക്ക് ആണ് എന്നുള്ള രീതിയിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷെ അത് നിങ്ങൾക്ക് അബദ്ധമായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ വന്നിട്ടുള്ളൂ. കാരണം ഇതിൽ വെൽ എക്സ്പ്ലെയിൻഡ് ആയിട്ട് ആരാണ് ആ ഫണ്ട് തന്നത്, ആ ഫണ്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് തന്നത് ഹരിപ്പാടുള്ള എന്റെ സുഹൃത്തായിട്ടുള്ള പ്രവീൺ എന്ന് പറഞ്ഞ വ്യക്തിയുടെ അക്കൗണ്ടിൽ നിന്നാണ്. ആ കംപ്ലീറ്റ് പ്രവീണുമായിട്ടുള്ള എന്റെ ചാറ്റും അബിൽദേവുമായിട്ട് അത് കഴിഞ്ഞ ട്രാൻസാക്ഷന്റെ ചാറ്റും കംപ്ലീറ്റ് സാധനങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അതിൽ ആ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയും, ഈച്ച് ആൻഡ് എവറി ചാറ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ ആ പറഞ്ഞ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും കറക്റ്റ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഞാൻ പറഞ്ഞില്ല നിങ്ങളുടെ അടുത്ത് ഇവർ എന്റെ അടുത്ത് പോലീസ് സ്റ്റേഷനിൽ വരെയോ, ഞാൻ എന്തുകൊണ്ട് ലീഗലി പോയതായിട്ട് ഇവർ എന്റെ അടുത്ത് ഈ പറഞ്ഞ ലീഗലി വരെയോ അല്ലെങ്കിൽ നേരിട്ട് കണ്ട് ഇതേപോലെ ഒരു സ്ഥലത്തിരുന്ന് പ്രസ് മീറ്റിൽ അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ ഇവരുടെ കള്ളത്തങ്ങൾ പൊളിയും. ഒറ്റ കാര്യവും സീക്രട്ട് ഏജന്റ് വരെ വീഡിയോ ചെയ്യുന്നത് കണ്ടായിരുന്നു. ഓക്കെ, ഇന്നലെ രാത്രി അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് ഈ 2 സ്ക്രീൻഷോട്ടും ഈ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും ഫേക്ക് ആണെന്നുള്ള രീതിയിൽ അത് അബിലുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്തപ്പോൾ അങ്ങനെ ഒരു ട്രാൻസാക്ഷനെ വന്നിട്ടില്ല, അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നുള്ള രീതി പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, ശരിയാണ്, എനിക്ക് HDFC ബാങ്ക് അക്കൗണ്ടേ ഉള്ളൂ, പഞ്ചാബ് നാഷണൽ ബാങ്കേ ഉള്ളൂ. പക്ഷേ എന്റെ സുഹൃത്തായിട്ടുള്ള ഹരിപ്പാടുള്ള പ്രവീൺ എന്ന് പറഞ്ഞ ബ്രദറാണ് ഈ പറഞ്ഞ അബിൽദേവിന്റെ അക്കൗണ്ടിലേക്ക് ജിപേ ചെയ്ത് കൊടുത്തതും അക്കൗണ്ട് ട്രാൻസാക്ഷൻ ചെയ്ത് കൊടുത്തതും. അതിനുള്ള കംപ്ലീറ്റ് എവിഡൻസ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഓരോരുത്തരായിട്ട് ഇതെല്ലാം കാണണം. ഇതിലോടുകൂടി നിങ്ങൾക്ക് കുറച്ചെങ്കിലും വിവരം ബോധമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ എന്താണ് സത്യം എന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. ഓക്കെ, താങ്ക് യു. ഞാനും അബിൽദേവും തമ്മിലുള്ള വാട്സ്ആപ്പ് ചാറ്റിന്റെ സ്ക്രീൻ റെക്കോർഡും എന്റെ സുഹൃത്തായിട്ടുള്ള ഹരിപ്പാടുള്ള പ്രവീൺ ചേട്ടനും ഞാനും തമ്മിലുള്ള ചാറ്റിന്റെ സ്ക്രീൻ റെക്കോർഡാണ് ഞാൻ ഇതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതിന്റെ അകത്ത് കംപ്ലീറ്റ് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഞാൻ ഇതിന്റെ അകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ക്രോസ് ചെക്ക് ചെയ്യാം, ഒരു പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ലക്ഷ്മി ആ പറഞ്ഞ ട്രാൻസാക്ഷൻ ഫേക്ക് ആണ്, അങ്ങനെ ഒരു ട്രാൻസാക്ഷനെ ഇല്ല, അത് ജനറേറ്റഡ് ആണെന്ന് പറഞ്ഞ് ആൾക്കാർ മാനിപ്പുലേറ്റ് ചെയ്തത്? രണ്ടാമത്തെ കാര്യം, എനിക്ക് സായി കൃഷ്ണ സീക്രട്ട് ഏജന്റിന്റെ അടുത്താണ് ഒരു ചോദ്യം ചോദിക്കേണ്ടത്. എന്തിന്റെ അടിസ്ഥാനത്തിൽ എന്റെ നമ്പർ ഉണ്ടല്ലോ, ഒരു പ്രാവശ്യം എന്നെ വിളിച്ചിട്ട് ബ്രോ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ക്രോസ് ചെക്ക് ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് ചോദിച്ചോ? ഇല്ലല്ലോ. നീ അവിടെ അബിൽദേവിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു ഫണ്ടേ വന്നിട്ടില്ല, ആ ഡേറ്റിൽ അങ്ങനെ ഒരു ട്രാൻസാക്ഷനെ ഇല്ലാന്ന് എന്ത് ചെയ്തു നീ പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇത് പ്രവീൺ ചേട്ടൻ എനിക്ക് വേണ്ടി അബിൽദേവിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസാക്ഷൻ ചെയ്തതിന്റെ സ്ലിപ്സ് ആണ് ഇതിൽ നിങ്ങൾ കാണുന്നത്, മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ എനിക്ക് സായി അടുത്ത് ചോദിക്കേണ്ട ഒറ്റ ചോദ്യമുള്ളൂ, എന്തിന്റെ അടിസ്ഥാനത്തിൽ? കുറച്ചുകൂടി ഉളുപ്പുണ്ടോടാ നിനക്ക്? ഉളുപ്പ് നിനക്ക് എന്നെ വിളിച്ച് ചോദിച്ചൂടെ? നീ ഒരു പ്രാവശ്യം എന്റെ ചോദിച്ചിട്ട് ഞാൻ ഈ ഡീറ്റെയിൽസ് ഞാൻ നിനക്ക് അയച്ചിട്ടില്ലേ? പിന്നെ എനിക്ക് അബിൽദേവിന്റെ അടുത്ത് വേദലക്ഷ്മിയുടെ അടുത്ത് ചോദിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളെ കള്ളങ്ങൾ ഓരോന്നായിട്ട് പൊളിഞ്ഞോണ്ടിരിക്കുകയല്ലേ? ഇപ്പൊ തന്നെ ഞാൻ എവിഡൻസ് എന്ത് ചെയ്തു കാണിച്ചില്ലേ? നിങ്ങൾ സത്യസന്ധരാണ്, സിൻസിയർ ആണെങ്കിൽ പാലവട്ടം പോലീസ് സ്റ്റേഷനിൽ വാ, നിങ്ങൾക്ക് കാണിക്കാനുള്ള എവിഡൻസ് നിങ്ങൾ കാണിക്കൂ, എനിക്ക് കാണിക്കാനുള്ള എവിഡൻസ് ഞാൻ കാണിക്കാം. ആരുടെ ഭാഗത്ത് ശരി എന്നുള്ളത് സത്യം ചെയ്യിക്കട്ടെ. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണിക്കാൻ സാധിക്കില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചാനലിന് പ്രശ്നം വരും, അല്ലെങ്കിൽ എന്റെ ചാനൽ പെട്ടുകിടക്കുകയാണ്. അപ്പോൾ ഇനിയും ചെയ്തു കഴിഞ്ഞാൽ ചാനലിന് പ്രശ്നം വരും, അതുകൊണ്ടാണ്. അപ്പോൾ ഈ ട്രാൻസാക്ഷൻ സംഭവങ്ങളൊന്നും നമുക്ക് കാണിക്കാൻ സാധിക്കില്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇവരുടെ പരിപാടി എന്തൊക്കെയാണ് എന്നുള്ളത്. ഓക്കെ, എന്തായാലും ഡോക്ടർ റോബിൻ ഇന്ന് ചെയ്ത വീഡിയോ നല്ലൊരു വീഡിയോ ആണ്. കൃത്യമായിട്ടുള്ള പോയിന്റുകൾ നിർത്തി കാര്യങ്ങൾ സംസാരിച്ചിരിക്കുന്നു. അങ്ങനെയാണ് വേണ്ടത്. ഇനി ഡോക്ടർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സൗഹൃദങ്ങൾ അത് ശ്രദ്ധിച്ച് മാത്രമേ പാടൂ. ഇവറ്റങ്ങളെല്ലാം, അതായത് യൂട്യൂബേഴ്സ് എല്ലാം കുറച്ച് കഴിയുമ്പോൾ ഡോക്ടറുമായിട്ട് ഒട്ടി നിൽക്കും. അപ്പൊ അവരോട് ഇനി പല കാര്യങ്ങളും ഷെയർ ചെയ്യും. അത്തരം കാര്യങ്ങൾ ദയവ് ചെയ്ത് ചെയ്യരുത്, നിങ്ങൾക്ക് പണി കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഓക്കെ, എന്തായാലും പ്രേക്ഷകരെ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നതിന് ബൈ ബൈ.